എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കുക്കറിൽ അരിയിട്ടു. ഇനി റാഗി ദോശ ഉണ്ടാക്കണേ. റാഗിയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ദോശ ഇടാമെന്നാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുള്ള ചമ്മന്തിയും കൂടെ അരച്ചെടുക്കണം. അമ്മയും കുഞ്ഞും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കമാണ്. ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ രാവിലത്തെ ഓരോരോ ജോലികളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് ഉപ്പിട്ട് കുറച്ച് നേരം കലക്കി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ. അതിൻ്റെ ഇടയിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് ഞാൻ പിന്നെ ദോശ ഇട്ടെടുക്കാൻ തുടങ്ങുകയാണ്. അതിനിടയ്ക്ക് ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരവി എടുത്തിരുന്നു. എൻ്റെ ഓരോ ദിവസങ്ങളും ഈ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് ചമ്മന്തി കടുക് പൊട്ടിച്ചെടുക്കുവാന്നേ. അപ്പോഴത്തേക്ക് അമ്മ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം അമ്മേനെ കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് പോകണം. അതിന് മുമ്പ് ചമ്മന്തിയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാനായിട്ടാണ്. അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മയ്ക്ക് ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തു.
പിന്നെ അപ്പോഴത്തേക്കും ആദ്യക്കുട്ടനും എഴുന്നേറ്റ് വന്നു. ആദ്യക്കുട്ടൻ്റെയും കുളി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ തുണി അലക്കും കാര്യങ്ങളൊക്കെ നടത്തി. വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യക്കുട്ടൻ ഓടി വന്ന് ദാണ്ടൊക്കെ പറയുന്നുണ്ട്. ദോശ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്. അവനെ കഴിപ്പിക്കാനാണ് ഇനി പാടെ. ആഹാരം കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. കുറേ നേരം അവൻ്റെ പുറകെ ഓടണം ആഹാരം കഴിപ്പിക്കാനെ കൊണ്ട്. എങ്ങനെയൊക്കെയോ അതൊക്കെ തീർത്ത് അവന് അതിൻ്റെ ഇടയിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ആരോ വന്ന് അങ്ങോട്ട് പോയതാണ് ആദ്യക്കുട്ടനെ. ഞാനും ആ പുറകെ ഇറങ്ങി പോകും. ആരോ വന്നിട്ടുണ്ട് അവിടെ. ഇനി ആദ്യക്കുട്ടനെ ഒരിക്കൽ അംഗൻവാടിയിൽ കൊണ്ടുപോകണേ. അതിന് എല്ലാം കഴിഞ്ഞ് ആദ്യക്കുട്ടന് ഇനി ഇവിടെ കുറേ താമസം എടുക്കും. എങ്ങനെയൊക്കെയോ ആദ്യക്കുട്ടനെ ഒരുക്കി ഞാനും റെഡിയായി. ആദ്യക്കുട്ടനെ കൊണ്ടുപോകാനുള്ള ബാഗിൽ വെള്ളമൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടുപോകണ്ട. വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. വെള്ളവും ബുക്കും ഒക്കെ ആയിട്ട് പോയാൽ മതി. അംഗൻവാടിയിലല്ലേ പോകുന്നത്. അപ്പം എല്ലാം എടുത്ത് വെച്ച് ആദ്യക്കുട്ടനും ഞാനും കൂടെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടൻ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴാണ് താഴത്തെ കൊച്ചച്ഛൻ വന്നിരിക്കുന്നത്. കൊച്ചച്ഛനോട് വിശേഷങ്ങൾ പറയുന്നതാണേ. അങ്ങനെ രാവിലെ ആദ്യക്കുട്ടനെ അംഗൻവാടി കൊണ്ടുവിട്ടിട്ട് പിന്നെ വരാവേ.